അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ജോമെട്രിക് മീനാണ് കിടക്കുന്നത്. പക്ഷേ ഞാൻ ജോമെട്രിക് മീൻ അങ്ങനെ എടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ലോഗരിതം ടേബിളും കൂടെ വെച്ചിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനത് ചെയ്യിക്കാത്തത്. അത് നമുക്ക് അടുത്ത ദിവസം സമയം കിട്ടും പോലെ ചെയ്യാം. അപ്പം ഇനി അടുത്തത് പിന്നെ വരുന്ന മൂന്നാമത്തെ ആവറേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആവറേജസിൻ്റെ അകത്തെ മൂന്നാമത്തെ ഹാർമണിക് മീനാണ്. ഈ ഹാർമണിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ അവിടെ പറയുന്നുണ്ട്, റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമാറ്റിക് ആവറേജ് ഓഫ് ദി. അപ്പോൾ ആദ്യത്തെ തന്നെ പറഞ്ഞത് റെസിപ്രോക്കൽ ഓഫ് അരിത്തമാറ്റിക് ആവറേജ് എന്നാണ് പറയുന്നത് അല്ലേ. റെസിപ്രോക്കൽ ഓഫ് അരിത്തമാറ്റിക് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നതാണ് അരിത്തമാറ്റിക് ആവറേജ്. എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എന്നാ, എക്സ് ബാർ ഇസിക്കൽ സിഗ്മ എക്സ് ബൈ എൻ. അരിത്തമാറ്റിക് ആവറേജിൻ്റെ ഇക്വേഷൻ അതാണ്. ഇനി ഇവിടെ എന്നാ പറയുന്നത്, റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമാറ്റിക് ആവറേജ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഹാർമണിക് മീൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു റെസിപ്രോക്കൽ, തിരിച്ചിടുക, സിഗ്മ എക്സ് എന്നാണ് പറയുന്നത് അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്, റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമാറ്റിക് ആവറേജ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ദി വാല്യൂസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് എ സീരീസ്. അതായത് വാല്യൂസ് ഓഫ് വേരിയസ് ഐറ്റംസ് എന്ന് പറയുന്ന സാധനം എന്നാണെന്നറിയോ, സിഗ്മ എക്സ്. അതായത് നമ്മുടെ എക്സ് വാല്യൂസ് എത്ര എണ്ണം, കുറേ എണ്ണം കാണും അല്ലേ. അപ്പോൾ അതിനെയാണ് വാല്യൂസ് ഓഫ് വേരിയസ് ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒരു റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ റെസിപ്രോക്കൽ ഇവിടെ ഇവിടെ 2 റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം വരും, സിഗ്മ 1/x എന്നാവും. മനസ്സിലായല്ലോ, സിഗ്മ 1/x. അപ്പോൾ നമ്മൾ എക്സ് വാല്യൂസിൻ്റെ 1/x കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഹാർമണിക് മീൻ എന്ന് പറഞ്ഞാൽ 2 റെസിപ്രോക്കൽ ഉണ്ട്. ഒന്നാമത്തെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് അരിത്തമാറ്റിക് ആവറേജ്. ഇത് നമ്മുടെ അരിത്തമാറ്റിക് ആവറേജിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ റെസിപ്രോക്കൽ. അതായത് തിരിച്ചിടുക n/സിഗ്മ എക്സ് എന്നാണ്. അപ്പോൾ ഡെഫിനേഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് ദി വാല്യൂസ് ഓഫ് വേരിയസ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു റെസിപ്രോക്കലൂടെ വരും. അതായത് നമ്മൾ ആദ്യം എഴുതി n/സിഗ്മ എക്സിന് പകരം n/സിഗ്മ ഈ എക്സിനെ എന്ത് ചെയ്യും, ഒന്നുകൊണ്ട് റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ അത് നമ്മൾ 1/x എന്ന് പറയും. എക്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ മാറ്റി സിഗ്മ എക്സ് ഇൻറ്റു 1/x എന്ന് ആക്കി. ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹാർമണിക് മീൻ സാധാരണ അപ്ലൈ ചെയ്യുന്നത് ആവറേജിങ്, സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ റേറ്റ് അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത്, ഹാർമണിക് മീൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ്റെ അകത്ത് ഹാർമണിക് മീൻ അപ്ലൈ ചെയ്യുന്നൊന്നും പറയത്തില്ല. നമ്മൾ ഏത് മീനാണ് എന്ന് നോക്കിയിട്ട് അങ്ങ് അപ്ലൈ ചെയ്തുകൊണ്ടാൽ മതി. സ്പീഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ ഹാർമണിക് മീൻ ഇട്ടങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവേ. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജസിൻ്റെ അകത്ത് ഒന്നാമത്തെ അരിത്തമാറ്റിക് മീനിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെയും എന്തുണ്ട്, ഹാർമണിക് മീനിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഉണ്ട്. അപ്പോൾ നമ്മൾ അന്ന് നന്നായി വ്യക്തമായി പറഞ്ഞതാണ്, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് എന്ത് വരികയില്ല, ഫ്രീക്വൻസി എഫ് എന്നുള്ളൊരു ഐറ്റം അവിടെ കാണത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അത് നമ്മൾ അരിത്തമാറ്റിക് മീനിലെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസാണ്. പിന്നെ മൂന്നാമത് കണ്ടിന്യൂസ് സീരീസാണ്. ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസും ഉണ്ടാവും, ഒപ്പം ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. രണ്ടിനും ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ അകത്തേക്ക് എഗെയിൻ ഫ്രീക്വൻസി വരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ്റെ അകത്ത് ഒറ്റ മാറ്റമേ ഉള്ളൂ, ഫ്രീക്വൻസിയും കൂടെ ചേർക്കുക. പിന്നെ കണ്ടിന്യൂസ് സീരീസാണ്. കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ തരുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലാസ് ഇൻ്റർവെല്ലിനെ നമ്മൾ എന്താക്കണം, മിഡ് വാല്യൂ എടുത്ത് ചെയ്യണം. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അരിത്തമാറ്റിക് മീനിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ഇക്വേഷൻ ഞാനൊന്ന് ജസ്റ്റ് പറയാം. ഇൻഡിവിജ്വൽ സീരീസാണ് ഇങ്ങനെ, ഇൻഡിവിജ്വൽ, സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസിന് നമുക്കറിയാം ഫ്രീക്വൻസി ഇല്ല, കണ്ടോ, n/സിഗ്മ 1/x. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഹാർമണിക് മീൻ ഈസ് ഈക്വൽ ടു n/സിഗ്മ എഫ് ഇൻറ്റു 1/x. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്
ആദ്യം 1/x കണ്ടിട്ട് 1/xനെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എഫ് ഇൻറ്റു 1/x എന്ന് പറയുന്ന ആ കോളത്തിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് ഇൻറ്റു 1/x എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ടോട്ടൽ ഓഫ് എഫ് ഇൻറ്റു 1/x എന്ന് വരും, എഫ് ഇൻറ്റു 1/x എന്ന് വരും. മൂന്നാമത്തെ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസിൻ്റെ ഇക്വേഷൻ സെയിമാണ്. ഇങ്ങനെ തന്നെ ഇക്വേഷന് വ്യത്യാസമില്ല. പിന്നെ കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ എന്താണ്, മിഡ് വാല്യൂ എടുത്തിട്ട് വേണം എക്സിലേക്ക് അപ്ലൈ ചെയ്യാൻ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു വാല്യൂസാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വാല്യൂസ് മാത്രം തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എക്സ് വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ, അതായത് എന്ത് മാത്രമേ ഉള്ളൂ, വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര പ്രാവശ്യം ഓരോ വേരിയബിളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും അവിടെ പറയുന്നില്ല, അതായത് ഫ്രീക്വൻസി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് മാത്രം വരുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹാർമോണിക് മീൻ്റെ ഇക്വേഷൻ എഴുതുക. എന്താണ്, n/σ ഇൻറ്റു 1/x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ എക്സ് നമുക്കറിയാം, ഇനി 1/x കണ്ടുപിടിക്കുക. 2ൻ്റെ 1/x എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരും, 1/x എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു കോളമായിട്ട് ചെയ്തേക്കാം. 1/x എന്നൊരു കോളം കണ്ടുപിടിച്ചാൽ മതി. എക്സ് നമുക്കറിയാം 2, 3, 4, 5, 6 and 7 ഇങ്ങനെയാണ്. അതായത് 1/x എന്ന് പറഞ്ഞാൽ 1/2, 1/3 എന്ന് പറഞ്ഞാൽ 1/3, 4 എന്ന് പറഞ്ഞാൽ 1/4, 5 എന്ന് പറഞ്ഞാൽ 1/5, 6 എന്ന് പറഞ്ഞാൽ 1/x എന്ന് പറഞ്ഞാൽ 1/6. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണേ. 1/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0.50 വരും അല്ലേ. 1/3 എന്ന് പറഞ്ഞാൽ 0.3333. അതായത് ഹാർമോണിക് മീൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഈ കുത്തിട്ടിരിക്കുന്നില്ലേ, 1/3 എന്ന് പറഞ്ഞാൽ 0 പോയിൻ്റ് എന്ന് പറയുന്നില്ല, ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 പ്ലേസ് വരെ നമ്മൾ എഴുതിക്കോണം, അല്ലെങ്കിൽ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് വ്യത്യാസം വരും. 4 ആണെങ്കിൽ 0.25, 5 ആണെങ്കിൽ 0.20, ദെൻ 1/6 ആണെങ്കിൽ 0.1667, 1/7 എന്ന് പറഞ്ഞാൽ 1429, 0.1429 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോട്ടൽ എടുക്കണം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഹാർമോണിക് മീൻ ആയതുകൊണ്ട് 4 പ്ലേസ് വരെ എടുക്കണം. ഡെസിമൽ കഴിഞ്ഞിട്ട് 4 പ്ലേസ് വരെ എടുക്കാൻ മറക്കരുത്. 1.5929 എന്നാണ് ഇത് ടോട്ടൽ. ഓക്കെ, ഇനി നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിലേക്ക് ഇടണം. n എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്നാണ് നോക്കുന്നത് അല്ലേ. ഫ്രീക്വൻസി തന്നിട്ടില്ല, അപ്പോൾ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ 3, 4, 5, 6 എണ്ണമാണുള്ളത്. അപ്പോൾ 6/σ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിഗ്മ 1/x ആണല്ലോ, ഈക്വൽ ടു 1.5929 അല്ലേ. 6/1.5929 എന്നാണ് വരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.77 എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇനിയും ചെയ്ത് നോക്കേണ്ടത്, ഞാനിപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യനേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളിപ്പം ഫ്രീക്വൻസിയും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഒരു വ്യത്യാസം വരത്തുള്ളൂ. അതെന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നായിരുന്നു, ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n/σ f ഇൻറ്റു 1/x. മനസ്സിലായല്ലോ. അതായത് 1/x കണ്ടുപിടിച്ചിട്ട് അതിനെ f എന്ന് ഫ്രീക്വൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഡിസ്ക്രീറ്റ് സീരീസിനും കണ്ടിന്യൂസ് സീരീസിനും n എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഫ്രീക്വൻസിയാണ് അവിടെ n ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കി. എയറോപ്ലെയിൻ കവേഴ്സ് 4 sides of a square of speeds 100, 200, 300 and 400 km/h respectively. വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ഓഫ് എ പ്ലെയിൻ? കണ്ടോ,
ആവറേജ് സ്പീഡെന്നേ ചോദിച്ചിട്ടുള്ളൂ. ആവറേജ് സ്പീഡ്, പ്ലെയിനിൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഹാർമോണിക് മീൻ അപ്ലൈ ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ഈ ഹാർമോണിക് മീനിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഒരു വാല്യൂ തന്നിട്ടുള്ളൂ അല്ലേ? ആകെ വേരിയബിൾസിൻ്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് 100, 200, 300 ആൻഡ് 400 km/h റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? n/σ 1/x ആണ് അല്ലേ? കാരണം ഇത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിനി അടുത്ത കോളത്തിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1/x കണ്ടുപിടിക്കുക. അപ്പം 100ൻ്റെ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0100 എന്ന് വരും. അതായത് ഡെസിമൽ കഴിഞ്ഞ് 4 പ്ലേസ് വരെ നമ്മൾ എടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 1/100 എത്രയാണോ ആ വാല്യൂ അങ്ങനെ അങ്ങ് എടുത്തിട്ടേക്കണം, ഒന്നും കളയണ്ട. ഇനി അടുത്ത 1/200 ആണ്. അതായത് 0.0050 എന്ന് വരും. 1/300, മൂന്നാമത്തെ 1/300 ആണ്. 0.0033 എന്നും പറഞ്ഞങ്ങ് പോവും. ഈ 1/400 ചെയ്യുമ്പോൾ 0.0025 അല്ലേ? ഇത് നമ്മുടെ ഇക്വേഷൻ എന്നായിരുന്നു? ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n/σ 1/x ആണ്. ടോട്ടൽ ഓഫ് 1/xൻ്റെ നമുക്ക് കിട്ടണം. അപ്പോൾ സിഗ്മ 1/x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ 1/x എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0208 എന്ന് കിട്ടും. 83 എന്നൊക്കെ പറഞ്ഞ് പോവും. അത് കംപ്ലീറ്റ് ഡെസിമൽ നമ്മൾ എടുത്ത 83 എന്നും പറഞ്ഞ് പോവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ടു 4/0.0208. നമ്മൾ ബാക്കിയും കൂടി ഇവിടെ ഒരു 3യും കൂടെ ഒക്കെ വരും. ആ 3യും കൂടെ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര? 192 km. സെയിം ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതങ്ങ് ചെയ്തങ്ങ് പഠിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യനൂടെ കാണിക്കാം. ഇത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഹോട്ട് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലും കാണും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നോക്കിക്കേ. ഈ കപ്പിൾ ട്രാവൽസ് 900 kilometers ബൈ ട്രെയിൻ അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h. മനസ്സിലായല്ലോ? 900 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്തു. അതിൻ്റെ സ്പീഡ് 60 km/h ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡാണ് എക്സ്. പറഞ്ഞ് മനസ്സിലായല്ലോ? അതായത് ദൂരം യാത്ര ചെയ്തു. അതായത് ട്രെയിനിന് 60 km/h സ്പീഡിൽ 900 കിലോമീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ ഈ 900നെ നമ്മൾ എന്ത് പറയും? 900 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസിയാണ്, എത്ര ദൂരം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് 300 km ബൈ ഷിപ്പ്. ഷിപ്പിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ട്രെയിനിൽ യാത്ര ചെയ്തു. ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഷിപ്പേ കയറി എത്ര km/h? സ്പീഡ് എന്ന് പറയുന്നത് 25 km/h സ്പീഡും എത്ര കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസാണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു. 400 കിലോമീറ്റർ അല്ല, 300 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇത് എയറോപ്ലെയിൻ്റെ 300 കിലോമീറ്റർ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തതെന്ന് പറഞ്ഞാൽ എയറോപ്ലെയിനെ കയറുമ്പം എയറോപ്ലെയിനിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ 350 km/h 400 കിലോമീറ്റർ ഫ്രീക്വൻസി, അതായത് കിലോമീറ്റേഴ്സാണ് ദൂരം യാത്ര ചെയ്തത്. ഇനി അറ്റ് ലാസ്റ്റ് 15 കിലോമീറ്റർ കാറിന് യാത്ര ചെയ്തു. അതിൻ്റെ 25 km/h ആണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആവറേജ് സ്പീഡാണ്. അതായത് ഹാർമോണിക് മീൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളൊക്കെ എഴുതേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 60, ട്രെയിനിന് 60, പിന്നെ 25 കിലോമീറ്റർ ഷിപ്പിൽ, മൂന്നാമത് എയറോപ്ലെയിനിൽ 350 km/h, ദെൻ 15 കിലോമീറ്റേഴ്സ് ബൈ കാറിന് 25 കിലോമീറ്റേഴ്സ്. അപ്പോൾ 60, 25, 350, 25. ഓക്കെ,
15 കിലോമീറ്റർ കാറിനും യാത്ര ചെയ്തു. ഇനി നമുക്കിവിടെ ഒരൈറ്റം കൂടെ ഉണ്ടല്ലോ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അതായത് എത്ര ദൂരത്തിന് നമ്മൾ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന ആ കണക്കിന് നമ്മൾ സാധാരണ ഫ്രീക്വൻസി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് 900 കിലോമീറ്റർ, രണ്ടാമത്തേത് 300 കിലോമീറ്റർ, മൂന്നാമത്തേത് 400, അവസാനത്തേത് 15 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് സീരീസാണെന്ന് പറയാം? ഇത് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹാർമോണിക് മീൻ ഈസ് ഈക്വൽ ടു n/σ f × 1/x എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ഇതിനകത്ത് ഫ്രീക്വൻസി വരുന്നത് കൊണ്ട് f × 1/x ആണ്. അപ്പോൾ നമ്മളിനി അടുത്ത കോളത്തിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 1/x കണ്ടുപിടിക്കണം. അതിനുശേഷം ലാസ്റ്റ് കോളത്തിൽ നമ്മൾ f × 1/x കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തേത് ആദ്യത്തെ 1/x എന്ന് പറഞ്ഞാൽ f × 1/x അതായത് ഇങ്ങനെ 1/900 1/60 1/25 1/350 1/15 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇനി നേരെ f × 1/xൻ്റെ കോളത്തിലേക്ക് പോവുകയാണ്. അതായത് ഫ്രീക്വൻസി × 1/x ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 15.00 എന്ന് ഇട്ടേക്കുക. അടുത്തത് 12.00. f × 1/x ഈ രണ്ട് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അടുത്തത് 1.143. ഞാൻ പറഞ്ഞു ഇതിനകത്ത് 4 ഡെസിമൽ പ്ലേസ് വരെ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തോണം. ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാനായിട്ട് മറക്കരുത്. ഇനി ടോട്ടൽ ഓഫ് f × 1/x ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ടോട്ടൽ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ 28.743 ആണ്. ഓക്കെ, നമുക്ക് n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ് n എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 16.15 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 16.15 ഡിവൈഡഡ് ബൈ 28.743 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 56.188 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ ചെയ്യേണ്ടത്. നമ്മളത് ചെയ്ത് നോക്കണം. അപ്പം ഹാർമോണിക് മീൻ വരെയുള്ള പോർഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഇനി ജിയോമെട്രിക് മീൻ അടുത്ത ദിവസം വരുമ്പം ആ ലോഗരിതം ടേബിൾ എല്ലാവരും കൊണ്ടുവന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കൊണ്ടുവരുവേ. ഇതെല്ലാം ഇത്രയും ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടേ വരാവുള്ളൂ. അല്ല ഇത് ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോകും കേട്ടോ. എന്നിട്ട് ചെയ്തിട്ട് പോരുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.